ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. ഡൽഹിയിൽ CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ല എന്ന് ഡൽഹി പോലീസ്. പാർലമെന്റ് മാർച്ച് അക്രമാസക്തമായതോടെയാണ് സമരക്കാരെ നിയന്ത്രിച്ചതെന്നും ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ അറിയിച്ചു. ആണിവെച്ച വടി ഉപയോഗിച്ചാണ് സമരക്കാർ പോലീസിനെ ആക്രമിച്ചതെന്നും വാദം. നിർണായക ചുവടുവെപ്പിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കരയിലൂടെ എത്തിച്ച ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. വിഴിഞ്ഞത്തിന്റെ അടുത്ത വികസനത്തിനായി ഇതുവരെ കാണാത്ത വേഗത്തിൽ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ എത്തിയില്ല. മേയർ VV രാജേഷും നേമം MLA രാജീവ് ചന്ദ്രശേഖറും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. നിയമസഭാ കയ്യാങ്കളി കേസിൽ CPMന് തിരിച്ചടി. വനിതാ MLAമാരെ കയ്യേറ്റം ചെയ്തെന്ന കേസ് റദ്ദാക്കി. UDF MLAമാരായ ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മാസപ്പടി കേസിൽ കോഴിക്കോട് അടക്കം 8 ഇടങ്ങളിൽ വീണ്ടും പരിശോധനയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4 സംഘമാണ് കോഴിക്കോട് പരിശോധന നടത്തുന്നത്. PA മുഹമ്മദ് റിയാസ് MLAയുടെ അടുത്ത സുഹൃത്തും കോഴിക്കോട് DTPC കോർഡിനേറ്റർ ആയിരുന്ന സുഹൃത്തിന്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. DGP S ശ്രീജിത്തിനെതിരായ വിജിലൻസ് അന്വേഷണം ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. കോടതി കേസ് പരിഗണിക്കുന്നതിനിടയിൽ DGPയായി സ്ഥാനക്കയറ്റം നൽകിയതിനായാണ് വിമർശനം. ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സ്ഥിരീകരണം. കൊലപ്പെടുത്തിയത് കൗമാരക്കാരുടെ സംഘമെന്ന് കണ്ടെത്തൽ. കൊല്ലം പരവൂർ സ്വദേശികളായ 3 വിദ്യാർത്ഥികളും ശിവൻകുട്ടിയുടെ ബന്ധുവായ 13-കാരിയും പോലീസിന്റെ കസ്റ്റഡിയിൽ. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന ധനസഹായമാണ് സുരേഷ് ഗോപി വിതരണം ചെയ്തത്. 9 സംഘങ്ങൾക്കായി 24 ലക്ഷം രൂപയാണ് കേന്ദ്രമന്ത്രി വിതരണം ചെയ്തത്. മരണത്തിലേക്ക് നീങ്ങിയ 17-കാരിയുടെ ജീവൻ രക്ഷിച്ച് പോലീസിന്റെ ധീരമായ ഇടപെടൽ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനെ ചൊല്ലി മാതാവ് വഴക്കു പറഞ്ഞതിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 17-കാരിയുടെ ജീവനാണ് പോലീസ് രക്ഷിച്ചത്. മുറിക്കുള്ളിൽ പെൺകുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ പോലീസ് സംഘം ഉടൻ വാതിൽ പൊളിച്ച് അകത്തുകയറി. 7 മിനിറ്റോളം CPR നൽകിയതിന് പിന്നാലെ ആശുപത്രിയിലെത്തിച്ചാണ് ജീവൻ രക്ഷിച്ചത്. കണ്ണൂർ ചൊക്ലിയിൽ കാണാതായ +2 വിദ്യാർത്ഥിക്കായി അന്വേഷണം കാശിയിലേക്ക്. കുട്ടിയുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കാശിയിലേക്ക് വ്യാപിപ്പിച്ചത്. തലശ്ശേരി ACP ഡോക്ടർ നന്ദഗോപന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. MSF പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി പരാതി. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ ചികിത്സ തേടി. കണ്ണൂർ കല്ലിക്കണ്ടി NAM കോളേജിലാണ് പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നും കലാലയത്തിന് അവധിയാണ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകും. നമസ്കാരം.